ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് ഞാനിവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻ്റർനാഷണൽ സ്കൂളിൽ. അപ്പോൾ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു മീറ്റപ്പായിരുന്നു. കുറേ പേര് നാട്ടിൽ പോയി അവർ സെറ്റിലായിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ എൻ്റെ ഫ്രണ്ട് നാജാൻ, അവൾ നാട്ടിൽ സെറ്റിലായിട്ടുണ്ട്. അപ്പം അവൾ 6 months ഒക്കെ കൂടുമ്പോൾ വരാറുണ്ട്. അപ്പം ഞങ്ങൾ മീറ്റപ്പൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു മീറ്റപ്പിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന സുമയ്യ, സോഫിയ, മെഹർബാൻ, അവരെയൊക്കെ ഞാൻ അന്ന് റിസൈൻ ചെയ്ത ആ ഒരു സമയത്ത് കണ്ടതാണ്. ഇപ്പോൾ സുമയ്യ ആണെങ്കിലും ഒരു എന്താ പറയുക, ഞാൻ റിസൈൻ ചെയ്യുന്നതിന് മുന്നേ ആൾ റിസൈൻ ചെയ്തതാണ്. സോ ആഫ്റ്റർ 7 years അവളെ മീറ്റ് ചെയ്യുന്നത്. പിന്നെ സോഫി, പിന്നെ അവർ മെഹർബാൻ, അവരൊക്കെ ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്ത് കണ്ടതാണ്. പിന്നെ ഇപ്പോൾ ആഫ്റ്റർ 5 years 6 years ഒക്കെ കഴിഞ്ഞിട്ട് കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മീറ്റപ്പ് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു മീറ്റപ്പാണ്. അപ്പോൾ 3 o'clock എത്താം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇക്കാക്ക് പെട്ടെന്ന് ഓഫീസിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് വന്ന് പിന്നെ മക്കളെയൊന്നും ആരും കൊണ്ടുവരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു റിലാക്സ് മൂഡിന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെയൊക്കെ എല്ലാവരും വീട്ടിലാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ ഇക്കെത്തി മക്കളെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 4:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. ഇവിടെ R&Bക്കുള്ളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ പതിയെ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ 1-2 പേര് വരാനും ഉണ്ട്. എല്ലാവരും ഇതുപോലെ മക്കളെയൊക്കെ ഏൽപ്പിച്ചിട്ട് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-2 പേര് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ R&Bക്കുള്ളിലേക്ക് പോവാട്ടോ. ഇതിനുള്ളിൽ എത്ര വന്നു കഴിഞ്ഞാലും എനിക്ക് കറക്റ്റ് എങ്ങോട്ടാണ് പോവേണ്ടത്, എങ്ങോട്ടാണ് ഇറങ്ങേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ കയറിയപ്പോൾ തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആളോട് ചോദിച്ചപ്പോഴത്തേക്ക് കറക്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എത്തി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഫുള്ള് കറങ്ങിയനായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും പുറത്തിറങ്ങാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, മാറിപ്പോവും, ഡോറൊക്കെ മാറിപ്പോവും. അപ്പോൾ ഇത് എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റാണ് എല്ലാവർക്കും. അപ്പോൾ ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന കേട്ടോ സുമി. ആഫ്റ്റർ 7 years ഞങ്ങൾ മീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഈ ഒരു കവർ എനിക്ക് തന്നതുണ്ടല്ലോ, അത് നമ്മുടെ ഷാർജ ഷീഖിൻ്റെ സ്വന്തം ആളാട്ടോ. അങ്ങനെയല്ല, ആളുടെ ഹസ്ബൻഡ് ഇവിടെ ഷീഖ് പാലസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വില്ലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലത്തെ പോലെ നമ്മുടെ ഫ്രഷ് കറി ലീവ്സും മുരിങ്ങ ലീവ്സും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവളുടെ വില്ലയിലുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഫ്രഷ് കറി ലീവ്സും മുരിങ്ങയിലയും ഒക്കെ കൊണ്ട് തന്നിട്ടുള്ളതാട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പതിയെ മുകളിലേക്ക് പോവാണ്. ഞാൻ കുറേ നേരം അവിടെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നതിന് ശേഷം പിന്നെ പോവാണ്. കാരണം ഫുഡ് കോർട്ടിൽ 2 പേര് വെയിറ്റിംഗ് ആണ്. അങ്ങനെ പിന്നെ പതിയെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് കൂടുമ്പോൾ ഭയങ്കര ഒരു മൈൻഡ് ഭയങ്കര റിലാക്സ് ആകും കേട്ടോ. പണ്ടത്തെ ആ ഒരു നമ്മുടെ കോളേജ് ലൈഫിലേക്ക് തിരിച്ചു പോയതുപോലെ ഒരു ഫീലാണ് നമുക്ക്. അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഒത്തിരി മിസ് ചെയ്യുന്നത് അതാ കേട്ടോ. വർക്ക് ചെയ്തിരുന്ന സമയത്ത് നമ്മളെല്ലാവരുമായിട്ടും നല്ല എന്താ പറയുക, ഒരു സെക്കൻഡ് കോളേജ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലായിരുന്നു. അത്രയ്ക്കും നല്ല ഫ്രണ്ട്സാണ് ഇവർ. എപ്പോഴും വരുമ്പോഴേക്കും ഞാൻ ഇവരൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. പഴയ കഥകളും പിന്നെ ഓരോരുത്തർ നാട്ടിൽ പോയി അവരുടെ വിശേഷങ്ങളും മക്കളുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് കുറേ നേരം ഇങ്ങനെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പതിയെ ഫുഡ് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ചിക്കിങ്ങിൽ വന്ന് പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഫുഡൊക്കെ കിട്ടി. പിന്നെ അതൊക്കെ നമ്മൾ കഴിച്ച് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഈ കത്തേടിയും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ബഹളമാണല്ലോ. അങ്ങനെ ഫുൾ അവിടെ ഒരു എന്താ പറയുക, പണ്ടത്തെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവർക്കും ഒരാഗ്രഹം ഐസ്ക്രീം കുടിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ പിന്നെ പതിയെ അവിടെ അടുത്ത് മെക്ഡൊണാൾഡ്സിൽ കയറിയിട്ട് എല്ലാവരും ഇങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ മെക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം കഴിച്ചിട്ട് കുറേ നാളായിട്ടോ. അടുത്താണ് സൈ എങ്കിലും നമ്മളെപ്പോഴും അങ്ങനെ വരാറില്ല, ജസ്റ്റ് മൂവി കാണാനും അങ്ങനെയൊക്കെ ആയിട്ട് വരാറുള്ളൂ. അപ്പം മക്കൾക്ക് ഇവിടെ പിന്നെ അങ്ങനെ കളിക്കാനായിട്ട് അങ്ങനെ വരാറില്ല. അപ്പം ഈ മെക്ഡൊണാൾഡ്സ് കഴിച്ചിട്ട് കുറേ നാളായി. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ മേടിച്ച് പിന്നെ കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെറുപ്പിക്കൽ സീൻസൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം പതിയെ പിന്നെ നമ്മൾ നടന്ന് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകാനായിട്ടുള്ള ഇങ്ങനെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സമയം അത്യാവശ്യം ഒരു 6:30-7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട് സിമി, അവൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞങ്ങൾ R&Bയിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം പിരിഞ്ഞു. എല്ലാവരും അവരുടെ ഹസ്ബൻഡൊക്കെ വന്ന് ഇങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് പോയി. അപ്പോൾ എന്നെ വിളിക്കാനായിട്ട് മിക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ അവിടെ പുറത്തിങ്ങനെ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കളിക്കണം, അതുകൊണ്ട് നേരത്തെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ പുറത്തുനിന്ന് ഇങ്ങനെ കളിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു, എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും ബഹളമായിരുന്നു. പിന്നെ കുട്ടികളെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റാക്കി വിട്ടതാണ് ഇക്കാൻ്റെ കൂടെ. അപ്പോൾ പിന്നെ വന്നിട്ട് ഇവിടെ കളിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റായത്. അങ്ങനെ പിന്നെ രണ്ടുപേരും അവിടെ കളിയും ബഹളമൊക്കെ ആയി. കുറേ നേരം പിന്നെ അവിടെ കളിച്ച് പിന്നെ നമ്മൾ തിരിച്ച് ഫുഡൊക്കെ അവർക്ക് മേടിച്ചു കൊടുത്തിട്ട് പിന്നെ തിരിച്ച് പിന്നെ പതിയെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മക്കളും ആരുമില്ലാണ്ട് ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ടൊരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര റിലാക്സിങ് ആട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.